ഹായ് ഗായ്സ്, നമുക്ക് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിൽ ഹൈ ആൻഡ് ലോ എങ്ങനെ ഫോം ആവും എന്നുള്ളത് നോക്കാം ഒരു ഷോർട്ട് ടൈമിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഹൈ ഫോം ആവുന്നത് ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. ദെൻ ലോ ഫോം ആവുന്നത് ഒരു ബീറിഷ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇപ്പോൾ ഇതാ ഒരു അപ്പ് ട്രെൻഡാണ്. നമുക്കിവിടെ വേണ്ടത് എന്താണ്? നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഹൈ ആണ് അല്ലേ. അപ്പോൾ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് എന്തായി? നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഹൈ കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലോ വേണം. ലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബീറിഷ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് എന്തായി? നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ലോ കിട്ടി. ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെയാണ് എല്ലാ ടൈം ഫ്രെയിമിലും മാർക്കറ്റിൽ ഹൈ ആൻഡ് ലോ എന്ത് ചെയ്തത്? സ്ട്രക്ചറായിട്ട് ബിൽഡ് ആവുന്നത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു? ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, അതിനുശേഷം ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? നെക്സ്റ്റ് ഒരു ഹൈ വേണം അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഹൈ എന്ന് പറയുന്നത് നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു? ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? ലോ വേണം. ലോ എന്ന് പറയുന്നത് നമുക്കൊരു ബീറിഷ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് എന്തായി? നമുക്കൊരു ലോ കിട്ടി. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു? പ്രോപ്പറായിട്ടുള്ള ഒരു ലോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ലോ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നമുക്ക് താഴത്തെ ഈ ലോ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് മാർക്കറ്റിൽ സ്ട്രക്ചറിനെ റീഡ് ചെയ്ത് നോക്കി. നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൈ.